ഈ മറഞ്ഞിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശിമ്യോൻ എന്ന മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ മറഞ്ഞിരിക്കുന്ന സ്തോത്രം ജീവിതത്തിന് ഉടമകൾ ആരാ? ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർക്കാ. സ്തോത്രം. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും? പ്രൈസ് ഗോഡ്. ദൈവം ഇതില് ഒന്നും ഏശാതവണ്ണം എന്നെ നിങ്ങളെ ഇതുപോലെ മറച്ചു സൂക്ഷിക്കും കേട്ടോ. ഹല്ലേലൂയ. സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോ മറഞ്ഞിരിക്കുന്ന ജീവിതം, സ്തോത്രം, ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ജീവിതം ആനന്ദവും സന്തോഷവുമുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, മരുഭൂമി മുതലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ഉയർത്തട്ടെ, ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കട്ടെ എന്ന് എഴുതി. ശൈലം എന്ന് പറഞ്ഞാൽ പാറ. ശൈലനിവാസികൾ, പാറയ്ക്കുള്ളിൽ വസിക്കുന്നവർ. ഹല്ലേലൂയ, സ്തോത്രം. പഴയ നിയമത്തിൽ പാറ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പദമ. പാറ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവർ. അവർക്ക് എന്തുണ്ടെന്ന് പറഞ്ഞ് ഘോഷിച്ചുല്ലസിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം, ആമേൻ. മറഞ്ഞിരിക്കുന്നവർക്ക് സ്തോത്രം ഉള്ള പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്. 91-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നു. അത്യുന്നതന്റെ മറവിൽ, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ. ആ 91-ാം സങ്കീർത്തനത്തിന്റെ മുഴുവൻ പ്രൊട്ടക്ഷനും അങ്ങനെയുള്ളവർക്കാ. ആമേൻ. അപ്പോ സ്തോത്രം, ഇവിടെ സ്തോത്രം നമുക്ക് ഡബിൾ പ്രൊട്ടക്ഷൻ തന്നിരിക്കുക. ക്രിസ്തുവിലും ദൈവത്തിലും നമ്മൾ മറഞ്ഞിരിക്കുന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും. സ്തോത്രം. അത് പുറത്തുനിന്നും ഉണ്ടാകും, അകത്തുനിന്നും ഉണ്ടാവും. അകത്തും പുറത്തും ഒരുപോലെ പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ, സ്തോത്രം, നമ്മൾ പാടുമല്ലോ അല്ലേ, അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥൻ. സമയമില്ല, നമ്മുടെ സമയം തീരുന്നില്ല.